Hey guys, welcome back. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ കുറച്ച് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ നമ്മൾ ഒരു 5 ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വേണ്ടി ഈ ഒരു വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കിടിലം വാൾപേപ്പേഴ്സ് ഒക്കെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് വാൾബൈറ്റ് എന്നാണ്. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതായിരിക്കും നമ്മുടെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇതിന് പ്രീമിയം ഉണ്ട്, അതായത് നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുറേ അധികം വാൾപേപ്പേഴ്സ് ഒക്കെ കിട്ടുന്നതാണ്. ഇതിൽ നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ കളക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വന്നു കഴിഞ്ഞാൽ കുറേ അധികം വാൾപേപ്പേഴ്സിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ കുറച്ചൊക്കെ പ്രീമിയം ആണ്, അല്ലാത്ത ഫ്രീ ആയിട്ടുള്ളതും ഉണ്ട്. ദെൻ കാറ്റഗറൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറേ അധികം കാറ്റഗറൈസിൽ കുറേ അധികം വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാം നല്ല ഹൈ ക്വാളിറ്റി വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്, അതായത് നിങ്ങളുടെ ഫോൺ ഒരു യുണീക്ക് ലുക്കിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെസ്ക്ടോപ്പിലുള്ള വാൾപേപ്പേഴ്സും ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡെസ്ക്ടോപ്പിന് വേണ്ടിയിട്ട് വാൾപേപ്പേഴ്സ് കണ്ടുപിടിക്കുക. അതായത് കുറേ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് കുറേയൊക്കെ പെയ്ഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്കിത് ഈ ഒരു ആപ്ലിക്കേഷനിൽ HD ക്വാളിറ്റിയിൽ കിടിലം വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് PC ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പോട്ടിഫൈ ഒക്കെ ബാൻ ആയി. അതായത് നമുക്കിപ്പോൾ മോഡ് ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് VPN ഒക്കെ കണക്ട് ആക്കി യൂസ് ആക്കാം, അല്ലാണ്ട് അതൊക്കെ കുറച്ച് പണിയാണ്. അതായത് നമ്മൾ VPN കണക്ട് ആക്കണം, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം, അതൊക്കെ കുറച്ച് മെനക്കെട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ പ്ലേ സ്റ്റോറിൽ തന്നെ കിഡിലെ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് കോറസ് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കൂൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ആർട്ടിസ്റ്റ്, അതായത് സ്പോട്ടിഫൈയിലുള്ള പോലെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലും അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോങ് പ്ലേ ചെയ്യുന്ന ടൈമിൽ ആഡ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല. ഇതിപ്പോൾ ഞാൻ ഒരു സോങ് പ്ലേ ചെയ്തിട്ടുണ്ട്, നമുക്ക് നെക്സ്റ്റിലേക്ക് ഈസി ആയിട്ട് അടിച്ചു പോകാൻ പറ്റും. നമുക്ക് ആഡ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വളരെ കൂളായിട്ട് പാട്ട് ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ. അതുപോലെ തന്നെ ഇതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും അല്ല, ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വാഹനങ്ങളിലൊക്കെ, അതായത് വണ്ടിയിലൊക്കെ ട്രാവലൊക്കെ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഫോൺ നോക്കുന്ന ടൈമിൽ ഈ ഒരു വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് കൈൻഡ് സ്റ്റോപ്പ് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് വരുന്നത്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇവിടെ തീമിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ അധികം തീംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. then ഇവിടെ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മേക്സ് സൗണ്ട് പെർമിഷൻ, അത് നോർമലി ഉള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ താഴെയായിട്ട് ഒരു പ്ലേ ബട്ടൺ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അത് ജസ്റ്റ് ഇതേപോലെ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്ക്രീനിൽ ഇതേപോലെ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഒരു മോഷനായിട്ട് ഇതേപോലെ ഒരു സംഭവം നിങ്ങളുടെ സ്ക്രീനിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. സോ ഈ ഒരു സംഭവം നിങ്ങളുടെ ഫോണിൽ ഓൺ ആക്കിയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതായത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതേപോലെ എനേബിൾ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട് ഇതേപോലെ സ്റ്റോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അവിടെ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു പാരന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതായത് നമ്മൾ കൊറോണക്ക് മുമ്പ് വരെയൊന്നും നമ്മുടെ കയ്യിൽ, അതായത് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ അത്രയൊന്നും ഫോണിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫോണുണ്ട്. സോ നമ്മുടെ ഫോണിൽ കുറേ അധികം ആഡ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ആഡ്സ് എന്ന് പറയുമ്പോൾ അഡൾട്ട് 18+ ആയിട്ടുള്ള ആഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ആഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കുട്ടികളുടെ ഫോണിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ 18+ ആയിട്ടുള്ള ആഡ്സും കാര്യങ്ങളൊന്നും ഇനി വരില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ബ്ലോക്കർ ഹീറോ എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് വരുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസിലാണ് ആപ്ലിക്കേഷൻ വരുന്നത്. ഇതിൻ്റെ തന്നെ പ്രീമിയം ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീമിയം എടുക്കാം. ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ബ്ലോക്ക് അഡൾട്ട് കണ്ടന്റ് എന്നുണ്ടാവും. അത് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഫിൽറ്റർ സെർച്ച് റിസൾട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക. ബ്ലോക്ക് ഇമേജ് ഓർ വീഡിയോ സെർച്ച് അതും എനേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഡിസേബിൾ ചെയ്യേണ്ടത് അതൊക്കെ ഇവിടെ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്ത് കൊടുക്കുക. ബ്ലോക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇതിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലോക്ക് അഡൾട്ട് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലെ കാര്യത്തിലൊന്നും അഡൾട്ട് കണ്ടന്റ്സോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതുപോലെ നിങ്ങൾ ഇതേപോലെ സെർച്ച് ചെയ്യുന്ന ടൈമിലും അങ്ങനത്തെ ഒന്നും വരില്ല എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ആയിട്ട്
വേറെയും കുറേയധികം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ കുട്ടികളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇതൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ആപ്ലിക്കേഷൻ നോക്കുക. ഇപ്പം നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കാണ് ഓരോ വർഷവും മാസവും ദിവസങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മളാണെങ്കിലോ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇത് എപ്പോഴും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം പോകുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ യൂസ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലോഞ്ചറാണ്. ഈ ലോഞ്ചറിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇൻ യാങ് ലോഞ്ചർ എന്നാണ്. ആപ്ലിക്കേഷന്റെ ഐക്കൺ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പീസ്, ആ ഒരു ലോഗോ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു പീസ് വൈബാണ് ആ ഒരു ലോഗോയിൽ വരുന്നത്. അതായത് സമാധാനം, മനസ്സിലായില്ലേ? സോ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാണ് ആ ഒരു ലോഞ്ചർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ലോഞ്ചർ ഇതേപോലെ സെറ്റായി വരും. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോഞ്ചർ, കുറേ അധികം ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോഞ്ചറാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച്, അതായത് സ്പോട്ട്ലൈറ്റ് സെർച്ച് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. വളരെ ഈസി, അതായത് ഇവിടെ വന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ പുറമേ ഇതുപോലുള്ള മിനിമൽ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ലോഞ്ചർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ ഇപ്പോൾ കോള്, മെസ്സേജ്, ഇൻ്റർനെറ്റ്, അതുപോലെ ക്യാമറ, ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇത് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ വെതർ ഉണ്ടാവും. സ്ക്രീൻ ടൈം ഇവിടെ തന്നെ കാണിക്കും. നമ്മൾ ഒരു ദിവസം എത്ര ടൈമാണ് ഫോൺ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ തന്നെ കാണിക്കും. അത് ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെ കാണിക്കും. കണ്ടില്ലേ, ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഹീറോ നേരത്തെ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ 1 മിനിറ്റ്, വാൾ ബൈറ്റ് 1 മിനിറ്റ് എന്നുള്ള രീതിക്ക് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഓരോ ആപ്ലിക്കേഷൻസ് ഇവിടെ കാണുന്നുണ്ടാവും. ദെൻ അതിൻ്റെ താഴെ ടു ഡു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഓരോ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഷൂട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട്. ദെൻ എഡിറ്റിംഗ് കൊടുക്കുകയാണ്. ഇതേപോലെ കൊടുക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യാവുന്ന ടൈമിൽ ഇതേപോലെ ടിക്ക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആ ഒരു ഇന്നത്തെ ലിസ്റ്റ് കഴിയും. അതായത് നിങ്ങൾ ഓരോ ദിവസവും തലേ ദിവസം രാത്രി തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഇതുപോലെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ റിമൈൻഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. എല്ലാം അതായത് ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോഞ്ചർ നിങ്ങൾ യൂസ് ചെയ്യുക. എക്സ്ട്രാ ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യാണ്ട് വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതേപോലെ ഉള്ളിൽ പോയി സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതേപോലെ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ ഇനിയുള്ള ടൈമെങ്കിലും നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ഒരു കുറച്ച് ആഴ്ചയെങ്കിലും അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലെ യൂസ്ഫുൾ വീഡിയോസ് വേണ്ടി ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.